നടൻ കൃഷ്ണകുമാറിനും മകൾ ദിയ കൃഷ്ണയ്ക്കും മുൻകൂർ ജാമ്യം തിരുവനന്തപുരം കോടതി കൊടുത്തു. കേരളത്തിലെ വളരെ വിവാദമായ ഒരു പ്രശ്നമായിരുന്നു നടൻ കൃഷ്ണകുമാറും മകൾ ദിയയും ഒരു കേസിലെ പ്രതിയായ സംഭവം. ദിയ കൃഷ്ണന് കവടിയാറിലുള്ള അവരുടെ ഒരു സ്ഥാപനത്തിലെ ജീവനക്കാർ 3 സ്ത്രീകൾ, ചെറുപ്പക്കാരികളായ കുട്ടികൾ, അവർ 69 ലക്ഷം രൂപ അവിടുന്ന് മോഷ്ടിച്ചു എന്നുള്ള ഒരു ആരോപണം. അത് വന്നപ്പം തന്നെ ദിയ കൃഷ്ണ ആ പണം തിരിച്ചു പ്രശ്നം തീർക്ക് എന്ന് പറഞ്ഞെങ്കിലും ഈ പെൺകുട്ടികൾ 3 പേരും അതിനോട് ചോദിച്ചില്ല. അത് കണ്ടുപിടിക്കില്ല എന്നാണ് അവർ വിചാരിച്ചത്. കാരണം ഒരു QR കോഡിൻ്റെ അടിസ്ഥാനത്തിലാണ് പേയ്മെൻ്റ് അവിടെ നടക്കുന്നത്. അത് തിരുവനന്തപുരം കവടിയാറിലുള്ള ആ സ്ഥാപനം ദിയ കുറേ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഗിൽറ്റ് വെച്ച ആഭരണങ്ങളാണ് വിൽക്കുന്നത്. അവിടെ കൗണ്ടർ സെയിൽസും ഉണ്ട്. അവിടുന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ എവിടെ വേണേലും ഓർഡർ അനുസരിച്ച് സാധനം എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. അത് പ്രതീക്ഷിച്ചതിലും കൂടുതൽ നല്ല വരുമാനമായി. അവിടെ ആ കുട്ടിക്ക് കോടിക്കണക്കിന് രൂപയുടെ വരുമാനം വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടുത്തെ 3 ചെറുപ്പക്കാരികളെ സ്ത്രീകൾ അവർ 1.5 വർഷമായിട്ട് അവിടെ നിൽക്കുന്നവരാണ്. അവർ മണി ട്രാൻസാക്ഷനൊക്കെ നടത്തുന്നത് QR കോഡ് മുഖേനയാണ്. ഈ പെൺകുട്ടികൾ ആ QR കോഡിൽ അല്പസ്വല്പം മാറ്റം വരുത്തി അവരുടെ അക്കൗണ്ടിലേക്ക് പണം പോകുന്ന പോലെ ആ QR കോഡ് അവർ ചേഞ്ച് ചെയ്തു. അത് പല ആൾക്കാരും കസ്റ്റമേഴ്സ് വരുമ്പം അവരുടെ മൊബൈലിലുള്ള ആ QR കോഡിൽ കൂടെ പണം അയക്കാൻ പറയും, അവരുടെ അക്കൗണ്ടിലേക്ക് പോകും. അങ്ങനെ 69 ലക്ഷം രൂപ തട്ടിച്ചു എന്ന് ദിയ കണ്ടുപിടിച്ചു. അതേപ്പറ്റി പ്രശ്നമായി. പെൺകുട്ടികൾ അത് നിഷേധിച്ചു. എന്തായാലും അതിനെ സംബന്ധിച്ച ഒരു കേസ് അവർ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പോയി കൊടുത്തു. മ്യൂസിയം പോലീസ് കേസെടുക്കുന്നതിന് മുമ്പ് മറ്റേ എതിർകക്ഷികളെ വിളിച്ചു. ആ സന്ദർഭത്തിൽ ഇതെങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്യണമെന്ന പെൺകുട്ടികളുടെ കൂടെ നിന്ന ചില ചെറുപ്പക്കാരും പറഞ്ഞു സെറ്റിൽ ചെയ്യാൻ കുഴപ്പമില്ല. അങ്ങനെ അതേപ്പറ്റി ചർച്ചയുണ്ടായി. അങ്ങനെ നടൻ കൃഷ്ണകുമാറും മകളും കുറേ വിട്ടുവീഴ്ചയൊക്കെ ചെയ്തു. അവസാനം 22.5 ലക്ഷം രൂപ കൊടുത്ത് പ്രശ്നം തീർക്കാം എന്ന് പറഞ്ഞു. അത് അവർ താമസിക്കുന്ന ഫ്ലാറ്റിൽ വെച്ചാണ് ആ ചർച്ച നടന്നത്. ഫ്ലാറ്റിൻ്റെ സ്വകാര്യതയ്ക്ക് പ്രശ്നമാവും. ഇവർ 3 പെൺകുട്ടികളും അവരുടെ ഒരാളുടെ ഭർത്താവും മറ്റ് ചില ആൾക്കാരും ഒക്കെ അവർക്ക് വേണ്ടി സഹായിക്കാനായിട്ട് ഈ ചർച്ചയ്ക്ക് അവിടെ വന്നു. അവിടെ വെച്ച് ചർച്ച നടത്താൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണകുമാറിൻ്റെ മറ്റൊരു ഫ്ലാറ്റിലേക്ക് ഇവരെ വിളിച്ചുകൊണ്ട് പോയി. അവിടെ ഒരു വസതിയുണ്ട്. അന്നേരം 2 പേര് കൃഷ്ണകുമാറിൻ്റെ മകളുടെ കാറിൽ കയറി, മറ്റൊരു ജോലിക്കാരി പെൺകുട്ടി അവളുടെ സ്കൂട്ടറിൽ കയറി. ആ സ്ഥലത്ത് പോയി അതേപ്പറ്റി ചർച്ച ചെയ്ത്, അങ്ങനെ പല ആൾക്കാരും അതിനകത്ത് ഇടപെട്ട് ചർച്ച ചെയ്ത് പെൺകുട്ടികളുടെ തീർച്ചയായിട്ടും അവരോട് സഹാനുഭൂതി ഇവർക്കുണ്ടായി. കേസിലത് കുരുങ്ങും. 22.5 ലക്ഷം രൂപ കൊടുക്കണം എന്ന് പറഞ്ഞു. 8 ലക്ഷം രൂപ ഉടനെ കൊടുക്കാം എന്ന് പറയുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ അത് കിട്ടാതെ വന്നപ്പം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഇവർ പരാതി കൊടുത്തു. ആ ദിയ കൃഷ്ണയുടെ പരാതി അനുസരിച്ച് അവർ കേസ് രജിസ്റ്റർ ചെയ്തു. അതിനൊരു കൗണ്ടർ കേസ് രാഷ്ട്രീയ സ്വാധീനം മുഖേനയോ അല്ലെങ്കിൽ വ്യക്തിപരമായ ചില ആൾക്കാരുടെ സ്വാധീനം മുഖേനയോ കൃഷ്ണകുമാറിനും മകൾക്കുമെതിരെ അവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. ഇവരെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം സംഘടിപ്പിക്കാൻ നോക്കി. പക്ഷേ അവർക്ക് അഡ്വൈസ് കൊടുത്ത വക്കീലിൻ്റെ കുഴപ്പം കൊണ്ട് തന്നെ അതിനൊരു ഡിഫൻസ് അവരിട്ടു. മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ 2 കേസെടുത്തു. ഒന്ന് 69 ലക്ഷം രൂപ തട്ടിച്ചതിനൊരു കേസ്, അടുത്തത് ഇവരെ അവിടുന്ന് തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ദിയ കൃഷ്ണയും കൃഷ്ണകുമാറിൻ്റെ ആൾക്കാരും ഒക്കെ ശ്രമിച്ചു എന്ന രീതിയിൽ അടുത്ത കേസ്. അതൊരിക്കലും പോലീസ് ചെയ്യാൻ പാടില്ലാത്ത കേസ് തന്നെ. കാരണം ഒരു കോഗ്നിസബിൾ ഒഫൻസ് റിപ്പോർട്ട് ചെയ്തു, അതിനകത്ത് ഇത്ര ലക്ഷം രൂപ അവർ തട്ടിച്ചു എന്ന് മനസ്സിലായി കഴിയുമ്പം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരെ സഹായിക്കത്തക്ക രീതിയിൽ ഒരു FIR എടുക്കാൻ പാടില്ലായിരുന്നു. എന്തായാലും കൃഷ്ണകുമാർ ഉടൻ തന്നെ മുൻകൂർ ജാമ്യത്തിന് തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ പോയി. അത് പല ദിവസങ്ങളായിട്ട് മാറ്റിവെച്ചു. ആരോപണം കടുത്തതോടുകൂടി ഈ പെൺകുട്ടികൾ പണം മോഷ്ടിച്ചു എന്ന് മ്യൂസിയം പോലീസ് കണ്ടെത്തി. അവരുടെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട്. അത് QR കോഡിൻ്റെ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് 3 പെൺകുട്ടികളെ ചോദ്യം ചെയ്യാനായിട്ട് പോലീസ് തയ്യാറായി. പക്ഷേ പെൺകുട്ടികൾ അവർ ഒളിവിലേക്കും പോയി. ജീവനക്കാരിയായ വിനീത, അതുപോലെ തന്നെ ദിവ്യ ഫ്രാങ്ക്ലിൻ, രാധ എന്നീ 3 പെൺകുട്ടികളാണ്. അതിന് വിനീതയുടെ ഭർത്താവ് ആദർശും ഇവരുടെ ഒപ്പം ഉണ്ടായിരുന്നു.
എന്തായാലും പോലീസ് ഇവരെ 3 പേരെയും ഇയാളെയും ചോദ്യം ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞപ്പം അവരവരുടെ വീട്ടിൽ നിന്ന് മുങ്ങിക്കളഞ്ഞു. കാരണം പിന്നീട് അവർക്ക് മനസ്സിലായി ഇത് പണി പാളി എന്ന്. കാരണം അവർ പണം അടിച്ചു മാറ്റിയത് പോലീസ് എവിഡൻസിൽ കൊണ്ടുവന്നു, QR കോഡിൽ മാറ്റങ്ങൾ വരുത്തിയെന്ന് കണ്ടെത്തി. അതോടുകൂടി കാര്യങ്ങൾ കൈവിട്ടു എന്ന് പെൺകുട്ടികൾക്കും അവരെ ഉപദേശിച്ചവർക്കും വക്കീലിനുമൊക്കെ ബോധ്യമായി. അതുകൊണ്ട് അവർ ഒളിവിൽ പോകാൻ കാരണം അതാണ്. ജില്ലാ കോടതിയിൽ ജാമ്യത്തിന് പോയപ്പം കേസ് ക്രൈംബ്രാഞ്ച് ടേക്ക് ഓവർ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ലോക്കൽ പോലീസിൽ നിന്ന് കേസ് മാറ്റി ക്രൈംബ്രാഞ്ചിലേക്ക് പോയി. ക്രൈംബ്രാഞ്ചിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ 69 ലക്ഷം രൂപ തട്ടിച്ചു എന്ന് കണ്ടെത്തി കഴിഞ്ഞു. അവരുടെ അക്കൗണ്ടിലേക്ക് പണം വന്നത് കണ്ടു. ആ അക്കൗണ്ടിൽ പണം വന്ന് പല സന്ദർഭത്തിൽ മാറ്റിയെടുത്തതും കണ്ടു. എന്തായാലും ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോയതുകൊണ്ട് പെൺകുട്ടികൾ പ്രതികളാണ് എന്ന് കണ്ടപ്പോൾ അവർ മുങ്ങി. അവരിപ്പോൾ മുൻകൂർ ജാമ്യത്തിനായിട്ട് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ അവർ ജാമ്യത്തിന് മൂവ് ചെയ്തു. പക്ഷേ സെഷൻസ് കോടതി ഇന്നലെ ജാമ്യം തള്ളി. കാരണം ഇവർക്ക് ഒരു കോഗ്നിസബിൾ ഒഫൻസ് ഉണ്ടെന്നും ഇവർക്ക് ഇന്ന് റിക്കവർ ചെയ്യണമെന്നും അത് പോലീസ് കണ്ടെത്തണമെന്നും അതുകൊണ്ട് ഇവരെ കസ്റ്റഡിയിൽ എടുക്കേണ്ട ആവശ്യമുണ്ടെന്നും കോടതിക്ക് ബോധ്യപ്പെട്ടു. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ആ കൃഷ്ണകുമാറിൻ്റെ മകളുടെ പേരിലുള്ള ആരോപണത്തിന് തെളിവില്ല എന്ന് കോടതി പറഞ്ഞു. അതുകൊണ്ട് കൃഷ്ണകുമാറിനും മകൾ ദിയയ്ക്കും മുൻകൂർ ജാമ്യം കോടതി കൊടുക്കുകയും ചെയ്തു. അതേസമയം അവിടുത്തെ ജീവനക്കാരായ 3 പെൺകുട്ടികൾ ഒളിവിൽ പോയി. അവർ കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് വന്നു. കോടതി ആ മുൻകൂർ ജാമ്യം കൊടുത്തുമില്ല. ഇപ്പോഴേ ആ മുൻകൂർ ജാമ്യം കോടതി തള്ളുകയും ചെയ്തു. ഇനി അവർക്ക് വേറെ മറ്റു മാർഗങ്ങളില്ല. ഒന്നെങ്കിൽ ക്രൈംബ്രാഞ്ച് മുമ്പിൽ പോയി സറണ്ടർ ചെയ്യുക, അതായിരിക്കും നല്ലത്. കാരണം അന്വേഷണമായിട്ട് സഹകരിക്കുക. ഹൈക്കോടതി മുൻകൂർ ജാമ്യത്തിന് പോയാൽ അവിടെ ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. അവർ ക്രൈംബ്രാഞ്ചിൽ പോയി കീഴടങ്ങാനേ കോടതി പറയുള്ളൂ. കാരണം എവിഡൻസ് അവർക്ക് പ്രതികൂലമായി തന്നെ നിൽക്കുകയാണ്. അവരുടെ അക്കൗണ്ടിലേക്ക് പണം 69 ലക്ഷം വന്നതിന് തെളിവായി കഴിഞ്ഞു. അതുകൊണ്ട് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് പോയാലും അതിനകത്ത് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. അതിലും ഭേദം ക്രൈംബ്രാഞ്ചിൽ പോയി സറണ്ടർ ചെയ്യുക. അവർ ചോദ്യം ചെയ്ത് റിക്കവർ ചെയ്യാനുള്ള റിക്വയർ ചെയ്ത് കോടതിയിൽ ഹാജരാക്കുമ്പോൾ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ മുൻകൂർ ജാമ്യത്തിന് കോടതി പോയാൽ കോടതി തീർച്ചയായിട്ടും ഒരു ഡയറക്ഷൻ കൊടുക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ സറണ്ടർ ചെയ്യാനായിരിക്കും. സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം അതിന് പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കസ്റ്റഡിയിൽ വാങ്ങിച്ച് അവർ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ജാമ്യം കൊടുക്കുന്നതിന് തടസ്സമില്ല എന്ന് കോടതി പറയുകയും ചെയ്യും. ഇവിടെ ഇപ്പം മുൻകൂർ ജാമ്യത്തിന് ഈ 3 പേരോടൊപ്പം വിനീതയുടെ ഭർത്താവ് ആദർശും പോയിരുന്നു. അയാൾക്ക് മുൻകൂർ ജാമ്യം അയാൾക്ക് മാത്രം കോടതി കൊടുക്കുകയും ചെയ്തു. ഈ QR കോഡിലുള്ള മാറ്റം തീർച്ചയായിട്ടും അത് വേറൊരു ഒഫൻസാണ്. അപ്പോൾ ആ ഒഫൻസ് ഈ പെൺകുട്ടികൾ അതിനൊരു എക്സ്പെർട്ടായിരുന്നു. ആ പെൺകുട്ടികളാണോ അത് അതിനകത്ത് ചേഞ്ചസ് വരുത്തിയത്, അതോ വെളിയിലുള്ള ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അയാളും പ്രതിയാവും. അതുകൊണ്ട് പെട്ടെന്ന് കോടതിക്ക് ജാമ്യം കൊടുക്കാൻ കഴിയില്ല. കാരണം പോലീസിൻ്റെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകണം. അന്വേഷണത്തിന് പ്രതികളുടെ സഹായം ഉണ്ടാകണം. പ്രതികളിൽ നിന്ന് 69 ലക്ഷം രൂപ കണ്ടെടുക്കേണ്ടതുണ്ട്. അത് ഏത് വിധത്തിൽ ചിലവായെന്നുള്ള കാര്യങ്ങളും വെളിയിലോട്ട് വരണം. രണ്ടാമത് QR കോഡിൽ ഇവർ തന്നെയാണോ ചേഞ്ചസ് വരുത്തിയത്, വേറെ ആരെങ്കിലും സഹായത്തിനുണ്ടോ? ഉണ്ടെങ്കിൽ അയാളും പ്രതിയാവും. എങ്ങനെയാണ് ഈ QR കോഡിൽ ഈ ചേഞ്ചസ് വരുത്തിയെന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് പെൺകുട്ടികൾ അവരുടെ ഡിഫൻസ് പൊളിഞ്ഞു പോയി. തീർച്ചയായിട്ടും അവരെ അറസ്റ്റ് ചെയ്യും, റിമാൻഡ് ചെയ്യും, പോലീസ് കസ്റ്റഡി വാങ്ങിക്കുകയും ചെയ്യും.